അടുത്തത് നമ്മുടെ അനുമോൾ. അങ്ങനെ പ്രേക്ഷക വൃത്തി അനുമോൾ അങ്ങനെ പ്രേക്ഷക വൃത്തി. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരാഴ്ച ഞാൻ വീഡിയോ എടുത്തിട്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരാഴ്ച ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് വർക്ക് പ്രഷർ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, വൈറൽ ഫീവർ ആയിരുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കാരണം ഇപ്പം കോയമ്പത്തൂരിനാണ് എനിക്ക് വൈറൽ ഫീവർ വന്നത്. പക്ഷെ കേരളത്തിൽ നല്ലപോലെ അത് പടരുന്നുണ്ട്. പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയോ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ഡെങ്കു ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോകാൻ നോക്കുക. ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അത്രയും ബിഗ് ബോസിന്റെ ഒരുപാട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ടാണ് വന്നത്. എല്ലാം പറയാൻ പറ്റുമോ അറിയില്ല, എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ സംസാരിക്കും. നമുക്ക് ലക്ഷ്മിനെ കുറിച്ച് സംസാരിക്കാം. ലക്ഷ്മിയുടെ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ ആദിലേനെയും നൂറേനെയും നിന്റെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളാന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിന്റെ അടുത്ത് പോയി പറയുന്ന ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ലെസ്ബിയൻ കപ്പിൾസിനെ നോർമലൈസ് ചെയ്യാൻ ലക്ഷ്മി ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ LGBTQ ഒന്ന് നോർമലൈസ് ചെയ്യാൻ ലക്ഷ്മി ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ. ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന എപ്പിസോഡിലും പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഇവരെ രണ്ടുപേരും എന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. The comment section made my day. No negative comments at all. Let everyone be who they are. എന്താ കൊടുത്തേക്കുന്നത്? Let everyone be who they are എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വന്ന സമയത്ത്, ബിഗ് ബോസിലോട്ട് കയറി വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ 2018 ലക്ഷ്മിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആയത്, അതായത് ആ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് സെക്ഷൻ ഒന്നും ഇല്ല, അവരായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അത് പറയുന്നത്. ആ ലക്ഷ്മി 2025 ബിഗ് ബോസിലേക്ക് വരുമ്പോഴേക്ക് എങ്ങനെ LGBTQ എന്നുള്ള നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? എനിക്കിത് മനസ്സിലാവുന്നില്ല. ലക്ഷ്മിയുടെ ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാവുന്നില്ല. അത് 2018 വരെ ഒരു സ്ട്രാറ്റജിയോ, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഇതുമാണോ, മൈൻഡ് സെറ്റോ ആണോ ലക്ഷ്മിക്ക് ഉണ്ടായത്? എനിക്ക് തോന്നിയ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ സീസണിൽ അഭിഷേക് നല്ല പോലെ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്, അതായത് എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, 2 ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേക് നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഈ ലക്ഷ്മി പിടിച്ചതാണോ എന്നും അറിയില്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട്. കാരണം ഓൾറെഡി ഒനീലിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പുരുഷ വിദ്വേഷിയാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു, അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. അവസാനം ഇനിയിപ്പം ഇതിന്റെ ഈ ഒരു പേരും പറഞ്ഞിട്ട് ഇനിയിപ്പോ ഗെയിം സ്ട്രാറ്റജി മാറ്റിയതാണോ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2018 പോസ്റ്റ് ഇട്ടിട്ട് ആള് 2025 ആകുമ്പോഴേക്ക് ഇങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. വോട്ടിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ലക്ഷ്മി ശരിക്കും ഓൾറെഡി നാറിയ കളി കളിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഒനീലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ അത്രയും ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഒനീലിന്റെ കാര്യം പുറത്തു വന്നത്. ഇല്ലാന്നാണെങ്കിൽ ഒനീൽ ഇപ്പോഴും എല്ലാവരുടെ മുമ്പിൽ ഒരു മസ്താനിനെ കയറി പിടിച്ചെന്നുള്ള പേര് തന്നെ വന്നേനെ. ഇതൊന്ന് ചിന്തിച്ചു നോക്കി. അതിപ്പം അവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്മി ആണെങ്കിലും മസ്താനി ആണെങ്കിലും ഏതൊക്കെ രീതിയിൽ അത് വളച്ചൊടിച്ചേനെ. ഇതിക്കും ഷിയാസ് കരീം ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഈ ഒരു സംഭവം പറഞ്ഞത് കൊണ്ടാണ് നമ്മളിൽ പലരും ഈ ഒരു കാര്യം അറിഞ്ഞത്. കാരണം ഓൾറെഡി ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2025 ബിഗ് ബോസിൽ വന്നപ്പോഴേക്ക് ലക്ഷ്മി ഇത് കാണിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് വോട്ടിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അല്ല എങ്കിൽ കുറച്ചായിട്ട് അനുമോള് ഇടയ്ക്കൊരു ഗെയിം സ്ട്രാറ്റജി ഇറക്കിയിട്ടുണ്ടല്ലോ, അതായത് കുടുംബ പ്രേക്ഷകരെ കാണുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള കുലസ്ത്രീ ചമയലൊക്കെ അനുമോൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ വെച്ചിട്ട് കുടുംബ പ്രേക്ഷകരെ കാണുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രം സപ്പോർട്ട് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മിനെ അവിടെ ചെന്നിട്ട് അങ്ങനെ കാണിച്ചാണോ എന്ന് അറിയില്ല. അങ്ങനെ അതല്ല എങ്കിൽ ഒരിക്കലും 2018 ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അതല്ല എങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഏതെങ്കിലും ഇതേപോലെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നെഗറ്റീവായിട്ട് ലക്ഷ്മിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്താണെങ്കിലും ലക്ഷ്മി പുറത്തിറങ്ങുമ്പോൾ 2018 ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് 2025 എന്തുകൊണ്ട് അത് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ലക്ഷ്മി പറയാനുള്ള കാരണം എന്താണ് ലക്ഷ്മി വ്യക്തമാക്കുക തന്നെ ചെയ്യണം. ഇനി റെനയുടെയും ആര്യന്റെയും ഈ വിഷയത്തെ പറ്റി പറയാം. ഈ സംഭവത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ആര്യന്റെ ഗെയിം സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ക്യാരക്ടറോ, അതേപോലെ തന്നെ റെനയുടെ ഗെയിം സ്ട്രാറ്റജിയോ ക്യാരക്ടറോ എനിക്ക് ഇഷ്ടമല്ല. അത് ആദ്യമേ ഞാൻ പറയാം. ആര്യനെ പറ്റി ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ അവൻ ആരുടെ സംസാരിക്കുമ്പോഴും ഈ കൈ കയറി പിടിക്കുന്നത്, ഷോൾഡറിൽ കയറി പിടിക്കുന്നതൊക്കെ, അങ്ങനെയൊക്കെ കുറച്ച് ക്യാരക്ടർ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒന്നിക്കലും റെന ആര്യനും നെവിനും എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന രീതിയിൽ അങ്ങ് വിടണമായിരുന്നു. അതല്ല ഈ ഫണ്ടിന്റെ കൂട്ട് പിടിച്ചിട്ട് ഞാനും ഫണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുവാണെങ്കിൽ ആര്യനും നമുക്കറിയുന്നതല്ലേ. അങ്ങനെയുള്ള ഒരാളുടെ ബെഡിൽ കയറി കിടന്ന ഇതെല്ലാം ചിലപ്പോൾ ഇതിനപ്പുറം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഇതിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്ന്, റെന ഒരു പെണ്ണായതുകൊണ്ട് ഒരിക്കലും റെനയുടെ മേത്ത് കയറി ആര്യൻ അങ്ങനെ കിടക്കരുതായിരുന്നു. 2, റെനേനെ മാത്രമേ എനിക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി ആര്യന്റെ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഒരാളുടെ അവൻ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇടപെടുന്നുള്ള കാര്യം, പ്രത്യേകിച്ച് ലേഡീസിന്റെ അടുത്ത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇടപെടുന്ന കാര്യം അറിയുന്ന ഒരാൾ ഒരിക്കലും അവന്റെ ബെഡ് സ്പേസ് പോയിട്ട്, കാരണം ഇവളിപ്പോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്റെ പ്രൈവസിയിലാ നീ വന്ന, എന്റെ പ്രൈവസിയിലാ വന്ന. റെനക്ക് ഓൾറെഡി അവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നല്ലോ. റെനയുടെ ബെഡിൽ കിടന്നാൽ മതിയല്ലോ. എന്തിനാ ആര്യന്റെ ബെഡ് പോയി കിടന്നിട്ട് ഇതേപോലെ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ നോക്കിയത്? അങ്ങനെ ഒരു ഫണ്ട് വരുമ്പോൾ തിരിച്ചും അതേ ഫണ്ട് പ്രതീക്ഷിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ.
ഇപ്പം ഈ ഭാഗത്ത് പറയുകയാണെങ്കിൽ റെനയുടെ ഭാഗത്ത് ബെഡിൽ പോയി കിടന്ന് റെനയുടെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ ഒരു പെണ്ണാന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ മേത്ത് കയറി ഇങ്ങനെ കൈ വെച്ച് കിടക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ആരിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതേ ഫണ്ണ് റെന അനീഷിന്റെ അടുത്തോ അല്ലെങ്കിൽ അക്ബറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഷാനവാസിന്റെ അടുത്തോ അങ്ങനെ ആരടുത്തെങ്കിലും ഇതുപോലെ ഇത് കാണിക്കുവാണെങ്കിൽ ഒരിക്കലും അവർ ഇതുപോലൊരു റിയാക്ഷൻ ചെയ്യത്തില്ല. പക്ഷെ ആര്യൻ അങ്ങനെയല്ല, ആര്യന്റെ ഒരു ക്യാരക്ടറും അങ്ങനെയല്ല. നമുക്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇത്രയും തവണത്തെ എപ്പിസോഡ് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആര്യൻ ഓരോ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് ആര്യന് തന്നെ ഒരു പിടിയില്ല. അങ്ങനെയുള്ള ഒരാളെടുത്ത് ഫണ്ടുമായിട്ട് അതും ബെഡ് സ്പേസ് പോയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് 100% കൂടുതലാണ്. കാരണം എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ പ്രത്യേകിച്ച് ആര്യന്റെ ഭാഗം തെറ്റുണ്ട്, തെറ്റില്ല, ആര്യനെ ന്യായീകരിക്കല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെങ്കിൽ റെന അവിടെ പോയി അവന്റെ ബെഡ് സ്പേസ് പോയിട്ട് കിടന്നിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടുന്ന് ഇവള് ഫണ്ട് ചെയ്യുമ്പോൾ തിരിച്ച് അതേ ഫണ്ടും തിരിച്ചു കിട്ടുന്ന ആര്യന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫണ്ട് തിരിച്ചു കിട്ടുന്ന റെന ചിന്തിക്കണമായിരുന്നു. അടുത്തത് അനുമോൾ. അങ്ങനെ നമ്മുടെ പ്രേക്ഷക വിധി പ്രകാരം നമ്മുടെ പ്ലാച്ചി മോൻ എവിക്റ്റ് ആയിരിക്കുകയാണ് ഗൈസ്, എവിക്റ്റ് ആയിരിക്കുകയാണ്. എന്തോ നീ അവിടെ ഒരു പ്ലാച്ചി കൊണ്ടുവരും, അവിടുന്ന് കൊണ്ടുവരും. കുടുംബ പ്രേക്ഷകരെ പോലെ തന്നെ അനുമോൾ ഇറക്കിയ വേറൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഈ ഒരു പ്ലാച്ചീന്റെ ഗെയിം. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചായിരുന്നു. എനിക്ക് അനുമോളോട് ദേഷ്യം തോന്നി തുടങ്ങിയത് ഈ ഒരു പ്ലാച്ചീന്റെ സീനൊക്കെ വന്നതിന് ശേഷമാണ്. അതായത് ആ ഒരു പാവേനെ വെച്ച് കളിക്കുന്ന ആ സീനൊക്കെ വന്നതിന് ശേഷമാണ്. അതുവരെ എനിക്ക് അനുമോളോട് ഭയങ്കര ഒരു ഇതായിരുന്നു, നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ രീതിയിലൊക്കെ. മറ്റേ ആര്യന്റെയും ജിസേലിന്റെയും പ്രശ്നം വന്ന സമയത്ത് ലാലേട്ട് അത്രയും ഷൗട്ട് ചെയ്തിട്ടും അനുമോൾ അതിൽ ഉറച്ചു നിന്നതിലൊക്കെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെങ്കിൽ പ്ലാച്ചി ആയിട്ടുള്ള ആ ഒരു ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭയങ്കര ക്രിഞ്ചായിരുന്നു. ഭയങ്കര ക്രിഞ്ച് എന്ന് വെച്ചാൽ അതിനെ കുളിപ്പിക്കുന്നത്, അതിനെ ഇതാക്കുന്നത്, മറ്റേ ബെഡ്ഷീറ്റ് ഒക്കെ വെച്ച് കവർ ചെയ്യുന്ന, അയ്യോ അതിനെ അങ്ങനെ പിടിക്കല്ലേ ഇങ്ങനെ പിടിക്കല്ലേ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ആദ്യമൊക്കെ കുറച്ചൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിനെ അങ്ങ് എവിക്റ്റ് ചെയ്തതല്ല, മറ്റേ ഷിയാസ് കരീം വന്ന് എടുത്തിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തോട്ട് എറിയുന്ന ആ ഒരു സീൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ പറയാം. ഈ പ്ലാച്ചി എന്ന് പറയുന്ന ആ ഒരു ഡോള് എന്ന് അനുമോളുടെ ലൈഫിൽ വന്നോ അന്ന് തൊട്ട് അനുമോളുടെ ഗെയിമിന്റെ ഇതൊക്കെ കുറഞ്ഞ്, കണ്ടന്റ് ഒക്കെ കുറഞ്ഞ് ഫുൾ ടൈം ആ പ്ലാച്ചിയിലോട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. ആദ്യത്തെ ഒരു വീക്കൊക്കെ നമുക്ക് ഈ പ്ലാച്ചിനെ കൊണ്ട് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്റർടൈൻമെന്റ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും ഈ പ്ലാച്ചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അരോചകം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഷിയാസ് കരീം ബിഗ് ബോസിൽ വന്നതിന് ശേഷം ചെയ്ത നല്ലൊരു കാര്യമാണ് ആ ഒരു പ്ലാച്ചിനെ എടുത്ത് പുറത്തിടുന്നതിന്. എനിക്ക് ഷിയാസ് കരീമിനോട് 100% ഞാൻ ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അനുമോളുടെ റിയൽ കണ്ടന്റ് ഒക്കെ പുറത്തു വരും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പ്ലാച്ചീനെ അടുത്ത എപ്പിസോഡിൽ എങ്ങാനും ലാലേട്ടൻ ചിലപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അനീഷിന്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ അനീഷിന് ആദ്യം എല്ലാവർക്കും ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് അനീഷിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അത് ഒരു സിമ്പതി ബേസിലാണ് അനീഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അനുമോളുടെ കേസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആദ്യം അങ്ങനെ ആർക്കും അങ്ങനെ വലിയ കാര്യമൊന്നും ആയിരുന്നില്ല അനുമോളുടെ സീരിയൽ അനുമോൾ അഭിനയിച്ച സീരിയൽ കണ്ടവർക്കൊക്കെ അനുമോൾ ഇഷ്ടമാണേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അനുമോളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇതിപ്പം ലക്ഷ്മിയുടെ ഏകദേശം ആ ഒരു കേസിലോട്ട് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ലക്ഷ്മി ആദ്യം വന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ലക്ഷ്മിനെ അടിച്ച് താഴെയിട്ട് മറ്റേ ആ ഒരു സംഭവത്തോട് കൂടെ എല്ലാവരും കൂടെ അടിച്ച് താഴെയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഈ മറ്റേ BB ഹോട്ടലിന്റെ ഇത് വന്ന സമയത്ത് ടാസ്ക് വന്ന സമയത്ത് വരുന്ന ശോഭയാണെങ്കിലും ഷിയാസ് കരീം ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇപ്പം പുതുതായിട്ട് റിയാസ് വരുന്നുണ്ട് എന്നാ പറയുന്നത്. റിയാസ് വരുമ്പോഴും ലക്ഷ്മിയോട് എന്തൊക്കെയോ ചോദിക്കുകയോ ചൊറിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടന്റ് പുറത്തോട്ട് പോണ സമയത്ത് അത് കൂടുതലായിട്ട് ലക്ഷ്മിനെ ഫോക്കസ് ചെയ്തിട്ട് ലക്ഷ്മിനെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ലക്ഷ്മിനെ അറ്റാക്ക് ചെയ്യുകയോ ലക്ഷ്മിനെ ഒറ്റപ്പെടുത്തൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പുറത്ത് ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടാനുള്ള ചാൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടാൻ വേണ്ടി ബിഗ് ബോസ് മനഃപൂർവ്വം ഓരോരാളെ ഇറക്കി ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ നെവിന്റെയും ഷാനവാസിന്റെയും കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഷാനവാസിന് എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് നെവിനെ ഇഷ്ടമാണ്. കാരണം സീസൺ 7 തുടങ്ങിയത് തൊട്ട് ഏറ്റവും നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് തരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. ആ നെവിൻ നമ്മുടെ ആദ്യത്തെ ലൈവ് വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പിന്നെ നെവിന്റെ ബാഡ് ടച്ച് ആണോ അല്ലെങ്കിൽ ഷാനവാസിനെ ട്യൂൺ ചെയ്യുന്നതാണോ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ ഷാനവാസ് നെവിനെ വാർണിംഗ് ചെയ്യുന്ന കുറച്ച് സീനൊക്കെ അതിലുണ്ടായിരുന്നു. കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ കയ്യിലടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ലൈവിൽ മാത്രം ഉണ്ടായിരുന്നു. ആ ലൈവ് കാരണം ഞാൻ ആദ്യമൊക്കെ 24 മണിക്കൂർ ലൈവ് വെച്ച് കണ്ടോണ്ടിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വർക്കും പിന്നെ അതേപോലെ ഫീവറൊക്കെ വന്നതിന് ശേഷമാണ് ഈ ലൈവൊക്കെ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വന്നത്. അപ്പൊ ആദ്യത്തെ ആ ഒരു വീക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ അഭിഷേകിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഷാനവാസിന് ഇത് ചെയ്യുന്ന അതായത് ഷാനവാസിന്റെ ഇങ്ങനെ പിറകിലെ വന്ന് കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെയൊക്കെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത്
ഈ ഷാനവാസ് ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു, മോർണിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, അതാ വേണ്ട ആ കളി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോർണിംഗ് ചെയ്യുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റർടൈനർ ആയതുകൊണ്ട് എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല ഇനിയിപ്പോ ട്യൂൺ ചെയ്തതാണോ എന്നും അറിയില്ല. അപ്പം ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്റർടൈൻമെന്റ് ചെയ്തതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഷാനവാസ് പ്രതികരിച്ചത് ഓക്കെ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത്രയും പബ്ലിക് ആയിട്ട് പറഞ്ഞപ്പം അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. അതല്ല ട്യൂൺ ചെയ്തതാണെങ്കിൽ സത്യം പറഞ്ഞാൽ നെവിൻ കാണിച്ചത് ആ ഒരു ഗെയിം അവിടെ വേണ്ടായിരുന്നു. അതൊരു മോശം പ്രവൃത്തിയാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാം നല്ലതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഓൾറെഡി ബീബിക്ക് ഭയങ്കര നെഗറ്റീവാണ്. കുളിച്ചിത പ്രവർത്തനം അല്ലെങ്കിൽ മറ്റേ 18+ കണ്ടന്റ് പുറത്തു വിടുന്നൊക്കെയാണ് ബീബിനെ കുറിച്ച്, അതായത് ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വരുന്ന എപ്പിസോഡിൽ നമുക്ക് എല്ലാവരുടെയും ഗെയിമും കാര്യങ്ങളൊക്കെ കാണാം. ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എല്ലാ കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം കേൾക്കുന്നത് നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പോസിറ്റീവ് കമന്റ്സ് ആണെങ്കിൽ അതിലേറെ സന്തോഷം. പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ ഗൈസ്.